ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടമറിയാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മുട്ട, നമ്മളൊരു 12 മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പഞ്ചസാര, ഏലക്കാപ്പൊടി, കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് മുന്തിരിയും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് എല്ലാ മുട്ടയും പൊട്ടിച്ച് ഒഴിക്കാം. മുട്ടൻ്റെ കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ പലഹാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാ മുട്ടയും പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുന്തിരി ഇടാം. ഇത് ഓപ്ഷണലാണ്. അണ്ടി മുന്തിരി ഇതിലേക്ക് ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതുണ്ടാവുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതിനി നമ്മൾ കലക്കി വെച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അതിന്മേൽ ഇതുപോലൊരു തട്ട് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ മുട്ടമറി ഉണ്ടാക്കാൻ പോകുന്ന പാത്രം വെക്കാൻ. അല്ലെങ്കിൽ നമ്മളുടെ മുട്ടമറിയുടെ അടി കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ അണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത സെയിം പാത്രത്തിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ നെയ്യ് തന്നെ ഇതിലുണ്ട്. ഇനി നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തടവി കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ച മുട്ട ഒഴിക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് ചിലപ്പോൾ പൊങ്ങി വരും. അങ്ങനെയാണെങ്കിൽ അടപ്പ് മാറ്റി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ മുട്ടമറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മുറിക്കാം. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.